എന്തായാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇവിടെ വരണം, എന്നാലേ നമുക്കൊന്ന് റീചാർജ് ചെയ്ത് പോകാൻ പറ്റും. ഇതൊരു ആയുർവേദിക് ക്ലിനിക്കാണ്, അഗ്നി ആയുർവേദിക്. എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഡിസ്ക് കംപ്ലൈൻ്റ് ആയിരുന്നു, ഡിസ്ലൊക്കേറ്റ് ആയി. അപ്പം നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എനിക്കൊന്ന് കുഞ്ഞാണോ, അത് പെട്ടെന്ന് എഴുന്നേക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു സർജറി കഴിഞ്ഞു. പിന്നീട് എനിക്ക് വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങളാണ്. ലാസ്റ്റ് പോയപ്പോഴത്തേക്കും ഈ ലൈഫ് ലോങ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ തന്നെ പെയിൻ കില്ലർ കഴിച്ച് ഇങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നൊരവസ്ഥയിലെത്തിയപ്പോൾ നമ്മുടെ സ്കൂളിലെ ലൈബ്രറിയിൽ ടീച്ചർ എന്നോട് സജസ്റ്റ് ചെയ്തതാണ് ഈ ഹോസ്പിറ്റലിൽ. വന്ന അവസ്ഥയും തിരികെ പോയ അവസ്ഥയും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നീട് ഒരുപാട് തവണ വരേണ്ടി വന്നു, ഒരു 5 ദിവസം 10 ദിവസം ഇടവിട്ട്. ഒരു മാസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയി. ഒരിക്കലും നമുക്കൊരു തേയ്മാനം അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ വീണ്ടും നമുക്കൊരു പ്രശ്നം വരും. നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മൾ വീണ്ടും വന്ന് കറക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീണ്ടും ഒന്ന് ഈ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും സംഭവം വർക്കാവുന്നുണ്ട് കേട്ടോ. പെയിൻ കില്ലർ കഴിക്കാതെ പെയിൻ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത്